ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കിന്നൊരു വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ചെയ്ത് നോക്കിയാലോ. ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ഒരു 1/2 കപ്പോളം പനീറിൻ്റെ ക്യൂബുകൾ എടുത്ത് ആദ്യം നമുക്ക് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവേ. ഇതിൽ പറയുന്ന പനീറിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒന്നും അളവില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇഷ്ടമുള്ള അളവിൽ എടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ എല്ലാം 1:1 എന്ന റേഷ്യോയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പനീറിൻ്റെ ഒരു സൈഡൊന്ന് കളർ മാറി വരുമ്പോഴേ തിരിച്ചിട്ട് കൊടുത്ത് മറുവശവും ഒന്ന് കളർ മാറ്റിയെടുക്കണേ. ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇട്ടേ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കണേ. ഇല്ലെങ്കിൽ പനീർ ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു സോഫ്റ്റ്നെസ് വേണം കേട്ടോ നമ്മുടെ പനീറിന്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് മൂപ്പിച്ചെടുക്കാവേ. ഇതിനായി ഉപയോഗിക്കുന്ന എണ്ണയെ ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ചേർക്കാവേ. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് ക്യാരറ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഈ വെജിറ്റബിൾസ് ഒന്നും തന്നെ നമ്മൾ ഒരുപാടിട്ട് കുക്ക് ചെയ്യണ്ടേ. അതിൻ്റെ പച്ച രുചി മാറിയിട്ട് ഒന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തക്കാളി ചേർത്ത് അതും ഒന്ന് വാടി വരണേ. ഓവർ കുക്ക്ഡ് ആവണ്ട കേട്ടോ. തക്കാളിയുടെ കൂടെയോ അല്ലെങ്കിൽ തക്കാളിക്ക് പകരമായിട്ടോ ക്യാപ്സിക്കം വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രൊക്കോളിയാണ്. ഞാനതിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബ്രൊക്കോളിയെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 15 മിനിറ്റോളം ഇട്ട് വെച്ചിരുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പുഴുവോ കീടങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനാട്ടോ. കൂടാതെ ഇതൊന്ന് ചെറുതായിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയും കൂടെ ചെയ്തേ. അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കുക്കിംഗ് ടൈം കുറച്ചും കൂടെ കൂടുമെന്നുള്ളതേ ഉള്ളൂ. നേരത്തെ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ കുക്കിംഗ് ടൈം നമുക്കിവിടെ കുറയ്ക്കാനായിട്ട് പറ്റും. നേരത്തെ സ്റ്റീം ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തേക്കണേ. വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പനീർ ചേർക്കണേ. ഈ വെജിറ്റബിൾസ് കൂടാതെ നമുക്ക് സവോള, ഉരുളൻകിഴങ്ങ്, ബീൻസ്, മഷ്റൂം ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുള്ളേ. 1 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയെ, 3/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കേട്ടോ. എരിവ് നോക്കിയിട്ട് അവരവരുടെ അളവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ. ഇതെല്ലാം ചേർത്ത് ഒരു 30 സെക്കൻഡോളം ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവേ. ചപ്പാത്തിയുടെ ഫില്ലിംഗ് ആയിട്ടോ സൈഡ് ഡിഷ് ആയിട്ടോ ഇനി അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നേ.